നെയ്മർ ഫാൻസിന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നെയ്മർ ജൂനിയർ ടു ബാർസലോണ, അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയാണ് ബാഴ്സയിലേക്ക് എന്നുള്ള ന്യൂസ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ന്യൂസ് ഇപ്പോൾ ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സൗദി പ്രോ ലീഗിൽ അല്ലെങ്കിൽ അൽ ഹിലാലുമായിട്ടുള്ള നെയ്മറിന്റെ കരാർ അവസാനിക്കുന്നത് 2025 ജൂണിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹം റിക്കവറിക്ക് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ കളിക്കളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്താം എന്നുള്ള ന്യൂസുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെയ്മറിന്റെ റിക്കവറി ഏകദേശം പൂർത്തിയാവാനായി. അദ്ദേഹം തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും അൽ ഹിലാലിൽ കളിക്കാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. വൈ നെയ്മർ ജൂനിയർ ടു ബാഴ്സലോണ പോസിബിലിറ്റി കൂടുതലാണെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞതല്ല, പ്രമുഖ മാധ്യമം, സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അവർ പറയുന്നത് 2013 മുതൽ 17 വർഷങ്ങളിൽ ക്യാമ്പ് നൗവിൽ വിജയങ്ങൾ അല്ലെങ്കിൽ തൂത്തുവാരിയ വർഷമാണ്. ലൂയിസ് സുവാരസ്, നെയ്മർ, അതുപോലെ തന്നെ ലയണൽ മെസ്സി, ആ ഒരു ലെജൻഡറി ട്രിയാറ്റോക്ക് ഒരുപാട് മാസ്മരികമായിരുന്നു. ഫാൻസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു ആ ഒരു സമയം. കാരണം 2 ലാലിഗ ടൈറ്റിൽസും 2015 UEFA ചാമ്പ്യൻസ് ലീഗും നേടിയത് നെയ്മറിൻ്റെ മാസ്മരിക പെർഫോമൻസിൽ തന്നെയാണ്. അതിനുശേഷം ബാഴ്സയുടെ സ്ഥിതി എന്താണെന്നും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ഇപ്പോഴത്തെ മാനേജർ നെയ്മറിനെ സൈൻ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷവാനാണ്. സോ അതിലും പോസിറ്റീവ് വാർത്തയാണ് വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ബാഴ്സ ഒരു വിങ്ങറിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബാഴ്സൻ്റെ മുന്നിലുള്ളത് വില്യംസും അതുപോലെ തന്നെ നെയ്മർ ജൂനിയറും കൂമനും ലൂയിസ് ഡ്യൂയാസും അതുപോലെ തന്നെ ഫെഡറിക്കോ ചിയാസിയാണ്. ബാഴ്സ വിങ്ങറിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാഴ്സയുടെ ഫാൻസിനും മാനേജറിനും ഒന്നും കുഴപ്പമില്ല നെയ്മറിനെ സൈൻ ചെയ്യുന്നതിൽ. ഇത് നടക്കാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാഴ്സയുടെ മുന്നിലുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. ഈ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ എത്രയും മികച്ച ഒരു കാര്യമായിരുന്നു. കാരണം നെയ്മറിനെ കാത്തിരിക്കാൻ ബാഴ്സയുടെ ഫാൻസും എല്ലാവരും ഒരുക്കമാണ്. നെയ്മർ വീണ്ടും തിരിച്ചെത്തുകയാണ്. കിടിലനായിരിക്കും. കാരണം സൗദി പ്രോ ലീഗിൽ നിന്ന് വീണ്ടും ലാലിഗയിലേക്ക് നെയ്മർ വരികയാണ്. ലാലിഗ എന്ന് പറയുമ്പോൾ റിയൽ മാഡ്രിഡ് ഇപ്പോൾ വമ്പന്മാരുണ്ട്. വിനിഷ്യസ് ജൂനിയേഴ്സ്, ബെല്ലിംഗം, അതുപോലെ തന്നെ എഡ്രിക്. ഇവർക്കെതിരെ വീണ്ടും നെയ്മർ കളത്തിൽ ഇറങ്ങുമ്പോൾ ആ ഒരു സമയം, ആ ഒരു നിമിഷം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറസ് നിങ്ങൾ മുന്നിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മൈൻഡ്.